ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിസാദമാണ്. ഇതുണ്ടാക്കാൻ 1 കപ്പ് കൈമ റൈസാണ് ഞാൻ എടുത്തത്. ഇനി വറുത്ത് പൊടിച്ച് മാറ്റി വെക്കേണ്ട സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ എടുത്തത്. 5-6 മണി കുരുമുളക് കൂടി വേണം. ഇവയെല്ലാം ഓരോന്നായി ഇട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അരി കഴുകി വൃത്തിയാക്കി 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന തോതിൽ വെള്ളമെടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 2 ചെറിയ ചുവന്നുള്ളിയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ നിറം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ചോറുണ്ടാക്കുമ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടമുണ്ടെങ്കിൽ കേമമായി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കായം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1 നുള്ളി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി പുളിയുടെ വെള്ളം ഒരുവിധം വറ്റി എന്ന് കണ്ടാൽ നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയിട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ച പൊട്ടുകടല, നിലക്കടല, അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിൻ്റെ എല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്ത് ഇട്ട് കൊടുക്കാം. ചിലർക്ക് കടിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തിട്ട് കൊടുക്കാം. തിരക്കുള്ളപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.